ഹായ് ഫ്രണ്ട്സ്, തുടർച്ചയായ മാസങ്ങളിൽ 200 കോടി ക്ലബ്ബിൽ ഇടം നേടുന്ന സിനിമ ഉള്ള ഒരേ ഒരു നായകൻ എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമയിൽ മോഹൻലാൽ മാത്രമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇപ്പോൾ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എമ്പുരാൻ 200 കോടി ക്ലബ്ബിൽ ഇടം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ തുടർ 200 കോടി ക്ലബ്ബിൽ ഇടം നേടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയാണ്. ഇത് ഇൻഡസ്ട്രി ഹിറ്റ് ആയില്ല എന്നുള്ള, ഇൻഡസ്ട്രി ഹിറ്റ് ആവൂല എന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. അതും ആവുമെന്നാണ് എൻ്റെ 100% ഉറപ്പ്. കാരണം അത്രത്തോളമാണ് ഇപ്പോൾ തിയേറ്ററിൽ തിരക്കും ബഹളമൊക്കെ. അപ്പം ഇതുപോലെ ഒരു താരം തമിഴിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലും ഹിന്ദിയിലാണെങ്കിലും ഏത് ഇൻഡസ്ട്രി എടുത്താലും ഇതുപോലെ ഒരു തുടർച്ചയായിട്ടുള്ള മാസങ്ങളിൽ 200 കോടി ക്ലബ്ബിൽ ഇടം നേടുന്ന 2 സിനിമയുള്ള ഒരേ ഒരു നായകൻ എന്ന് പറയുന്നത് മോഹൻലാൽ മാത്രമാണ്. അപ്പോൾ പുള്ളിയുടെ ബോക്സ് ഓഫീസ് പവർ നമ്മൾ അനലൈസ് ചെയ്യണം. കാരണം മലയാളത്തിലൊരു സിനിമ 200 കോടി ക്ലബ്ബിൽ ഇടം നേടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയ്ക്കും വലിയ കാര്യമാണ്. കാരണം കേരളം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ നിന്നും ഒരു മലയാള സിനിമ ഇറങ്ങി 200 കോടി ക്ലബ്ബിൽ ഇടം നേടണമെന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയൊരു ഭയങ്കരമായിട്ടുള്ളൊരു ടാസ്ക്കാണ്. അപ്പോൾ ആ ടാസ്ക് തുടർച്ചയായിട്ടുള്ള അടുത്തടുത്ത മാസങ്ങളിൽ മാർച്ചിലും ഏപ്രിലിലും ഇറങ്ങിയ സിനിമകൾ 200 കോടി ക്ലബ്ബിൽ ഇടം പിടിക്കാൻ പോകുന്ന ഒരു സിനിമയുടെ നായകൻ എന്ന നിലയിൽ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ നമ്മൾ അഭിനന്ദിച്ച് തന്നെ ആകണം. കാരണം ഏക നടനാണ്, ഏക സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഏക നടൻ മോഹൻലാൽ മാത്രം. മോഹൻലാലിന് തുല്യം മോഹൻലാൽ മാത്രം, ലാലേട്ടന് തുല്യം ലാലേട്ടൻ മാത്രം എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം ഒരു നടനുമില്ല. ഇപ്പം മലയാളത്തിലെ വേറൊരു സൂപ്പർ സ്റ്റാറിന് ഇതുവരെയും 100 കോടി രൂപ തിയേറ്റർ കളക്ഷനായിട്ട് ഇതുവരെ നേടാൻ സാധിക്കാത്ത ഒരു സൂപ്പർ സ്റ്റാർ. 2 സൂപ്പർ സ്റ്റാർമാർ നമുക്ക് മലയാളത്തിലുള്ളതിൽ ഒരു സൂപ്പർ സ്റ്റാറിന് ഇതുവരെയും 100 കോടി രൂപ കളക്ഷൻ പോലും തിയേറ്ററിൽ നിന്ന് നേടാൻ സാധിക്കാത്ത ഒരു സൂപ്പർ സ്റ്റാറാണ് നമ്മുടെ മമ്മൂട്ടി എന്ന് പറയുന്നത്. നമുക്ക് ഒരിക്കലും മമ്മൂട്ടിയെ കുറച്ച് കാണാൻ പറ്റുമോ? പുള്ളിയുടെ സിനിമകളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകളാണ്, അതൊക്കെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു സിനിമ പോലും 100 കോടി ക്ലബ്ബിൽ ഇടം ഇതുവരെയും നേടിയിട്ടില്ല. പക്ഷെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് സിനിമ കണ്ടിട്ട്. ബാക്കിയുള്ള സിനിമകളൊക്കെ നമ്മൾ ഏത് സിനിമ നോക്കിയാലും റിവ്യൂവേഴ്സ് ആണെങ്കിലും പ്രേക്ഷകരാണെങ്കിലും നല്ല അഭിപ്രായം പറഞ്ഞാൽ പോലും പുള്ളിയുടെ ഒരു സിനിമയ്ക്ക് പോലും 100 കോടി എന്ന് പറയുന്ന ഒരു ടാസ്കിലോട്ട് എത്തിച്ചേരാൻ സാധിച്ചിരുന്നില്ല. പണ്ടൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് 50 കോടി എത്തിയില്ലെന്നാണ്. പക്ഷെ 50 കോടിയൊക്കെ പുള്ളി എത്തി. ഇപ്പോൾ 100 കോടി ഒരു സിനിമ ഒരു മോഹൻലാൽ മമ്മൂട്ടിക്ക് നേടാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ ഉള്ള മലയാളം ഇൻഡസ്ട്രിയിൽ ഇങ്ങനൊരു സൂപ്പർ സ്റ്റാർ രണ്ട് തുടർച്ചയായിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ 2 തുടർച്ചയായിട്ടുള്ള ഒരു മാസം പോലും ഗ്യാപ്പില്ലാത്ത രീതിയിൽ ഇറങ്ങി റിലീസ് ചെയ്ത 2 സിനിമകൾ 200 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ഇടം പിടിക്കും. തുടരുമെന്ന് പറഞ്ഞ സിനിമ എന്തായാലും 200 കോടി ക്ലബ്ബിൽ ഇടം നേടുന്നുള്ള കാര്യത്തിൽ ഒരു മലയാളികൾക്കും സംശയം വേണ്ട. കാരണം ഇപ്പം തന്നെ 3 ദിവസത്തെ കളക്ഷൻ മാത്രം വന്നപ്പോൾ തന്നെ 70 കോടിക്കടുത്ത് അതിൻ്റെ കളക്ഷൻ നേടിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പം ഇന്നത്തെ തിങ്കളാഴ്ചത്തെ കളക്ഷൻ വന്നാൽ എങ്ങനെ പോലും ഒരു 70 എന്ന് പറഞ്ഞ ഒരു 80-88 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ വരും. കാരണം ഇപ്പോഴും ഹൗസ്ഫുൾ ഷോകളാണ് കൂടുതലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമ 6ാമത്തെ ദിവസം 100 കോടി ക്ലബ്ബിൽ അല്ലെങ്കിൽ 5ാമത്തെ ദിവസം പകുതിയോടെ തന്നെ 100 കോടി ക്ലബ്ബിൽ ഇടം നേടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനിയിപ്പോൾ മെയ് ദിനം വരുന്നുണ്ട്, അത് ചില ലീവുണ്ട്. ബാക്കി പിന്നെ ശനി ഞായറൊക്കെ കൂടെ കൊണ്ട് ഈ സിനിമ എന്തായാലും 200 കോടി ക്ലബ്ബിൽ ഇടം പിടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അത്രയ്ക്ക് ക്വാളിറ്റിയുള്ള സിനിമയാണ്. ആ ഒരു ക്വാളിറ്റി സിനിമയ്ക്കകത്തുണ്ട്. തരുൺമൂർത്തി അത്രയ്ക്കും ആ ലെവലിൽ സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട്. സിനിമയുടെ അഭിനയം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ ഈ ഒരു 10-15 വർഷം മുമ്പ് വരെ നമുക്ക്, അല്ലെങ്കിൽ അതിന് ശേഷം നമുക്ക് കിട്ടാത്ത ഒരു അനുഭവം നമുക്ക് തിയേറ്ററിൽ നിന്ന് ലഭിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. എല്ലാ തിയേറ്ററിൽ നിന്നും ഇറങ്ങി വരുന്ന ആൾക്കാർ പറയുന്നത് പഴയ ലാലേട്ടനെ കിട്ടി, ഇതാണ് ഇങ്ങനൊരു സിനിമയ്ക്ക് വേണ്ടിയാണ് നമ്മൾ കാത്തിരുന്നത്. നമ്മളൊരു ഡയലോഗ് ഉണ്ടല്ലോ, നമ്മൾ മമ്മൂട്ടി ഫാൻസ് പോലും ഇതുപോലൊരു മോഹൻലാൽ സിനിമ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൈയടിച്ച് തന്നെ കാണും. അത്രയ്ക്ക് നമ്മൾ നല്ല അഭിപ്രായം പറയുകയും ചെയ്യും. അതിന് ഒരു ഡയലോഗ് ഉണ്ട്. ഇപ്പോൾ ഒരു മമ്മൂട്ടി ഫാൻ്റെ അടുത്ത് പോലും ചോദിക്കുകയാണ്, ഒരു മറ്റേ നമ്മുടെ റൈഫിൾ ക്ലബ്ബിൽ ഒരു ഡയലോഗ് ഉണ്ടല്ലേ, സത്യം പറഞ്ഞ ചേട്ടൻ ഇങ്ങനൊരു ദിവസം ആഗ്രഹിച്ചിരുന്നില്ലേ എന്ന് ചോദിക്കുന്നത് മമ്മൂട്ടി ഫാൻസിൻ്റെ അടുത്താണെങ്കിൽ പോലും അവർ ഇതുപോലൊരു ദിവസം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു മോഹൻലാലിൻ്റെ ഭാഗത്ത് നിന്ന്. ഇതുപോലൊരു സിനിമ വരണം, മോഹൻലാലിൻ്റെ പവർ തെളിയിക്കുന്ന ഒരു സിനിമ വരണം. അല്ലാതെ എമ്പുരാൻ പോലത്തെ ഒരു സിനിമ വരണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല ഒരു മലയാളികൾ. അപ്പോൾ ഇങ്ങനൊരു സിനിമ വന്നിരിക്കുകയാണ്. അപ്പം എമ്പുരാനെ നമ്മൾ ഒരു 200 കോടി ക്ലബ്ബിലൊക്കെ എമ്പുരാൻ കയറാൻ പറ്റുമെങ്കിൽ അതൊരു 70% ആൾക്കാരിൽ പോസിറ്റീവ്സ് തോന്നിയ സിനിമയ്ക്ക് 200 കോടി ക്ലബ്ബിൽ ഇടം പിടിക്കാൻ പറ്റുമെങ്കിൽ ഒരു നെഗറ്റീവ് ഇല്ലാത്ത തുടരും, ഒരു ആൾ പോലും നെഗറ്റീവ് പറഞ്ഞിട്ടില്ലാത്ത തുടരും എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഉറപ്പായും 200 കോടി ക്ലബ്ബിൽ ഇടം നേടാൻ സാധിക്കും. അങ്ങനെ ഒരു ചരിത്രം മലയാളത്തിൽ നിന്നും അല്ലെങ്കിൽ ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ നിന്നും പറഞ്ഞിരിക്കുകയാണ്. ഒരു നായകൻ തുടർച്ചയായ തൻ്റെ 2 സിനിമകൾ 200 കോടി, അതും അടുത്തടുത്ത മാസങ്ങളിൽ ഒരു മാസത്തെ ഗ്യാപ്പ് പോലും ഇല്ലാതെ ഇറങ്ങിയ 2 സിനിമകൾ 200 കോടി ക്ലബ്ബിൽ ഇടം നേടുന്ന ഏക ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഏക ഇന്ത്യൻ സ്റ്റാർ, ഏക ഇന്ത്യൻ നടൻ എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാം മോഹൻലാൽ. ഒരേ ഒരു പേര്, ഒരേ ഒരു നടൻ, ഒരേ ഒരു സൂപ്പർ സ്റ്റാർ. ഓക്കെ, നന്ദി, നമസ്കാരം.